നമുക്കൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എല്ലാം പിയേഴ്സൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പിയേഴ്സൺ, ഇന്നലെ പരസ്യമായി തന്നെ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. പിന്നീട് പോസ്റ്ററൊക്കെ എഡിറ്റ് ചെയ്തു, ശരിയാണ്. പക്ഷേ നിലപാടിൽ പിന്നോട്ടില്ല. തൻ്റെ 52 വർഷവും വീണ ജോർജിന്റെ 9 വർഷവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അത് എല്ലാ മാധ്യമങ്ങളോടും ആവർത്തിച്ച് താൻ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. നിലപാടിൽ പിന്നോട്ട് പോകുന്നുമില്ല. അപ്പോൾ പാർട്ടി നടപടി സ്വാഭാവികമല്ലേ? അല്ല, ഇത് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ പുതിയ ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത്, അതുപോലെ പാർട്ടി 75 വയസ്സ് എന്ന് പറയുന്ന മാനദണ്ഡം വെക്കുമ്പോഴൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംഘർഷമാണ്. ആ സംഘർഷത്തെ ശരിയായ രീതിയിൽ പരിഹരിക്കാനായിട്ട് പാർട്ടിക്ക് കഴിയണമെങ്കിൽ പാർട്ടി ഈ 75 കഴിഞ്ഞ് പുറത്തു പോകുന്ന സഹാക്കളോട് മാന്യമായ രീതിയിൽ ഇടപെടുക, അവരെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുക. അതൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്താണ് അവർ പൊട്ടിത്തെറിക്കുകയും അവർ ഈ 9 വർഷത്തിന്റെയും 52 വർഷത്തിന്റെയും താരതമ്യങ്ങളിലേക്ക് പോകുന്നത്. കാരണം എത്ര വർഷമായാലും ശരി, പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാനും പാടുണ്ടാവില്ല, അവർക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യില്ല. പക്ഷെ പാർട്ടി പുതിയ ആളുകളെ കൊണ്ടുവന്ന് പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയെ തന്നെ മാറ്റി പാർട്ടിയെ പുതിയ തരത്തിലുള്ള വിഷയങ്ങൾ അഭിസംബോധന ചെയ്യാനായിട്ട് പ്രാപ്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടും എത്രയോ മാറ്റങ്ങളാണ് പത്മകുമാർ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്ന അല്ലെ പുറത്തിരുത്തുന്നതായിട്ടുള്ള സഹാക്കളോട്. ഈ പത്മകുമാറിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ പിയേഴ്സൺ, എൻ സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ഓരോ അനീതിയിലും നീ വിറയ്ക്കുന്നുണ്ടെങ്കിൽ, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ ഒരു സഖാവാണ് എന്ന് പറയുന്നു. പി ജയരാജന്റെ മകൻ എം സ്വരാജ് പണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച ഈ വർത്തമാനകാല ഇന്ത്യയിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിച്ചിരുന്നുവെന്ന സ്വരാജിന്റെ പോസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ പരസ്യമായി തന്നെ മുന്നോട്ട് വരികയാണ്. അല്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. കാരണം പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് പാർട്ടി മരിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് സമാനമായിരിക്കും. അപ്പോൾ സഹാക്കൾ പ്രതിഷേധിക്കട്ടെ. പക്ഷേ പ്രതിഷേധിക്കുന്ന സമയത്ത് അതിന്റെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ പഴയ സഹാക്കളോട് പെരുമാറാനും പഴയ സഹാക്കളെ ഉൾക്കൊള്ളാനും പാർട്ടിക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സ്വഭാവവും അതിന്റെ സ്വരൂപവും വല്ലാത്ത തരത്തിൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ മാറിത്തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പത്മകുമാറിന്റെ പ്രതിഷേധം എന്ന് പറയുന്നത്, പത്മകുമാർ തന്നെ പറയുന്നുണ്ട് തനിക്കെതിരെ നടപടികൾ വരും, അല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവില്ല. അപ്പോ ഈ പാർട്ടിയുടെ ഇത്രയും കാലം 52 വർഷത്തെ അതിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഏത് തലത്തിലാണ് പാർട്ടിയെ അറിയിക്കേണ്ടത് എന്നുകൂടി ഉത്തമ ബോധ്യം ഉണ്ടാകേണ്ടതാണല്ലോ. പകരം ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, പിന്നീട് അത് പിൻവലിക്കുക, പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുക, എന്നിട്ട് നടപടി വരട്ടെ എന്ന് പറയാം. ഇത് എങ്ങനെയാണ് അത് ഒത്തുപോകുന്നത്? അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, പാർട്ടിക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാൻ, ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും സങ്കടങ്ങളും അറിയിക്കാനായിട്ടുള്ള സംവിധാനം പാർട്ടിക്ക് ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് എങ്ങനെ ഇത് ചെയ്യണം എന്നറിയാൻ പാടില്ലായിരിക്കുകയും എന്നാൽ അവർക്ക് പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായി വരികയും അവർ പ്രതിഷേധിക്കുകയും ചെയ്യും. ശരിയാണ്, അവരെന്തിനാണ് പിൻവലിക്കുന്നത്? അത് പിൻവലിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പ്രതിഷേധം പ്രകടമാക്കുക, അതിന്റെ ഫലം എന്തായാലും അനുഭവിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുക. പക്ഷെ പാർട്ടി പരിഗണിക്കേണ്ടത് 52 വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ സേവനവും അദ്ദേഹം പാർട്ടിക്കൊപ്പം നിന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കാലവുമാണ്. ആ കാലത്തെ മറികടന്നുകൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് പോകാനായിട്ട് പാടില്ല. അവർ പ്രതിഷേധിച്ചത് അർഹമായിട്ടുള്ള പ്രതിഷേധമാണ് എന്ന് കരുതാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് വിശാലമായ